എടാ ഷിയാസിനിപ്പോ കാണാറൊന്നുമില്ല. അവന് വല്ല പുതിയ കമ്പനി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനല്ലടാ, അവനൊരു വിസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കുള്ളൂ. അതായിരിക്കും അവൻ കാണാത്തത്. എന്നാ നിങ്ങളോട് ഇരിക്കും, ഞാൻ വരാം. പോയിട്ട് എടാ നിന്റെ വിസിറ്റ് കാര്യം എന്തായി? ആടാ ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ ഇഷ്ടപ്പെടുന്ന പോണു ജോലിയും സ്ഥലമൊക്കെ ഉണ്ടായല്ലോ ഇവിടെ. വീട്ടിലെ അവസ്ഥ എനിക്കറിയാലോ. വീടിൻ്റെ ലോണൊക്കെ ഒന്ന് തീർക്കണം. ആധാരം ബാങ്കിലാണ്, അതൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്തായാലും പോയാലേ ശരിയാവുള്ളൂ. അല്ല നിനക്ക് എന്താണ് ജോലി അവിടെ? സൂപ്പർ മാർക്കറ്റിൽ. അല്ല അപ്പം എൻ്റെ വണ്ടി നീ എന്ത് ചെയ്യണു? ടീം ഒന്ന് നോക്കിയിട്ടുണ്ട്, നാളെ ചിലപ്പോൾ വരും അവർ. പുതിയ കൊറോണ മരണം ഫിലിപ്പീൻസിൽ റിപ്പോർട്ട് ചെയ്തു. കൊറോണ ബാധയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇരുട്ടടിയായി ഹുവാൻ പ്രവിശ്യയിൽ മാരകമായ പക്ഷിപ്പനിയും സ്ഥിരീകരിച്ചു. അമേരിക്കയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയയിലും ചൈന സന്ദർശിച്ച വിദേശി പേപ്പറൊക്കെ ക്ലിയർ അല്ലേ? ഇത് മാറ്റൊന്നും വേണ്ട, ഇത് കുഴപ്പമില്ല. പോയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. വണ്ടി കൊടുത്തരാ, വിസ കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ യൂസ് ചെയ്യാൻ ആളില്ലല്ലോ. എപ്പോഴല്ല നീ പോണു? ഞാൻ 22-ാം തീയതി പോകും. നീ കൊടുക്കാൻ നീ പറഞ്ഞുകൂടായിരുന്നു, ഞാൻ എടുക്കുമായിരുന്നല്ല. ഇല്ലടാ, അത് പെട്ടെന്ന് കൊടുത്ത് നോക്കിയപ്പോ എന്നെ എവിടേക്കും പോവാണ്ട്. ഞാൻ എനിക്ക് 2 ദിവസത്തെ കൂടി പോവാണ്ട്. വൈകിട്ട് അങ്ങോട്ട് പോയാ വേറെ ദിവസം പോയിട്ടേ പോവാ. വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അധികൃതരുടെ തീരുമാനം. നിലവിൽ എല്ലാത്തരം വിസക്കാർക്കും യുഎയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യുഎയിൽ റെസിഡൻസ് അഥവാ താമസ വിസയുള്ളവർ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ഹലോ, ആടാ ചെറിയ പ്രശ്നമുണ്ടല്ലോ, അറിഞ്ഞാ? ഞാൻ ന്യൂസ് കണ്ടിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പുതിയ വിസ പഠിക്കണില്ല, ആൾക്കാർക്ക് തിരിച്ചു വരാനും പറ്റണില്ല. എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചോണ്ടിരിക്കുന്നു. അതെല്ലേ? ഒരു ദിവസം കഴിയുന്ന രോഗം കൂടി വരല്ലേ. ഇപ്പൊ തന്നെ കടയിലെ എയർപോർട്ടൊക്കെ അടച്ച് തുടങ്ങി. എന്നിട്ട് തന്നെ കാര്യം തൽക്കാലം നോക്കണ്ടല്ലേ, ഇതിനൊക്കെ അവിടെ തന്നെ ഇതിലൊക്കെ നോക്കുകയാണ് നല്ലത്. നോക്കട്ടെ. പണയിൽ വിഷം ഉപയോഗിക്കുക, നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ. ശരി, ഓക്കെ.
കോവിഡ്-19 ഭീതിയെ തുടർന്ന് വിദേശത്ത് ഉള്ളവർക്ക് ഇതിന് പിന്നാലെ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അധികൃതരുടെ തീരുമാനം. നിലവിൽ എല്ലാത്തരം വിസക്കാർക്കും യുഎയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യുഎയിൽ റെസിഡൻസ് അഥവാ താമസ നമ്മുടെ ഷിയാസ് അങ്ങോട്ടല്ലേ പോണത്? ആടാ അവന് എന്താണ് വണ്ടിയും വിറ്റ് അവന് ഉള്ള ജോലിയും പോയി. ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? എന്താണ് അവൻ്റെ അവസ്ഥ? നമുക്ക് പോകാൻ പറ്റാൻ മതിയായിരുന്നല്ലേ? ആടാ നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ആടാ നാ പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം നീ ഒന്ന് വിളിച്ചു ചോദിക്കാവനെ. വിളിച്ചോട്ടെ. എടുക്കണില്ല. നീ ഒന്നുകൂടി ട്രൈ ചെയ്യ്. ഇപ്പോഴും അതിറങ്ങാണ്ട് എടുക്കണം. എന്ത് ചെയ്യും? ഇത് പോയി നോക്കിയാലോ? ഇത് ഒരു ഷിയാസിന്റെ മാത്രം പ്രശ്നമല്ല. കുടുംബം പുലർത്തുവാൻ, ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ, പ്രശ്നങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കും പരിഹാരം കാണുവാൻ 1000 സ്വപ്നങ്ങളുമായി, ഒരുപാട് മോഹങ്ങളുമായി, അതിലേറെ പ്രതീക്ഷകളുമായി കടൽ കടന്ന് അക്കരെ പറ്റുവാൻ കാത്തിരുന്ന ആയിരക്കണക്കായ യുവതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കൊറോണ വൈറസ് തകർത്തു കളഞ്ഞത്. ലോകജനതയെ ആശങ്കയുടെയും ഭീതിയുടെയും മുൾമുനയിൽ നിർത്തി താണ്ഡവമാടുന്ന കൊറോണ വൈറസ് മനുഷ്യർക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ കൊച്ചു വൈറസിന് മുന്നിൽ മനുഷ്യർ എത്ര നിസ്സാരൻ, എത്ര നിസ്സഹായൻ.